ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയൊരു വ്ളോഗ്. അപ്പം നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ സായിസിൻ്റെ പി സി അടിച്ച്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടി നമ്മൾ അവനായിട്ടൊന്ന് ഈ കമ്പ്യൂട്ടർ നമ്മൾ എടുത്ത സ്ഥലത്ത് ഒന്ന് പോവുകയാണ് ഗൈസ്. അപ്പോൾ അവന്മാരെല്ലാം അവിടെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോയിട്ട് ബാക്കി എന്താ പരിപാടി നമുക്ക് ചോദിച്ചറിയാം ഗൈസ്, ചോദിച്ചറിയാം. രക്ഷകൻ ചരിച്ച് അടങ്ങിട്ടുണ്ട്. അവിടെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളുടെ കൂടെ ഇന്ന് വരുന്നത് പേര് പറ. ആബിദ് അലി അലിയുടെ പീസ് ആയിട്ട് നമ്മളിത് ശരിയാക്കാൻ പോണ സുഹൃത്തുക്കളെ. അപ്പം നമ്മളെ വണ്ടി കയറിട്ടുണ്ട്. നല്ല അവ ബാക്കി ഇടുന്നെങ്കിലും ഗിയർ ഇടട്ടാ. നല്ല ചൂടുണ്ട്. ഇത് ആരടാ നമ്മുടെ ഓക്കെ. നല്ല ചൂടുണ്ട് കൈ. സൗണ്ട് നമ്മൾ ഗ്ലാസ് തുറന്നിട്ട് പോവാണ്. സൗണ്ട് ഉണ്ടോ? വണ്ടി സൗണ്ട് ഉണ്ടോ? സൗണ്ട് പോലീസ് പിടിക്കും. പള്ളിമുക്ക് വണ്ടിയിട്ട് PC നശിച്ചതിന്റെ എന്താണ് റിവ്യൂ പറ. I don't feel anything. മടുത്തു. അതിൽ എന്തൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് കാണും? പ്രോസസർ വെച്ചല്ല. അതെ, പ്രോസസർ ഒഴിച്ച് ഗ്രാഫിക്സ് കാർഡ്, മാറി. പിന്നെന്താ പറയുന്നത്? പവർ സപ്ലൈ മാറി, UPS മാറി, മോണിറ്ററിന്റെ പാനൽ മാറി. ഇതെല്ലാം മാറി. ഇപ്പൊ പുതിയ അവതാരം PC ഓൺ ആവുന്നില്ല. മനസ്സിലായി? ഇപ്പൊ വീണ്ടും നമ്മൾ ആ കടലോട്ട് പോവാണ്. അപ്പൊ നമ്മളിന്ന് കുറച്ച് ഫയർ ആയിരിക്കും അവിടെ. അപ്പൊ അത് ചിലപ്പോഴും എക്സ്ക്ലൂസീവ് ആയിരിക്കാം, ചിലപ്പോഴും ഞാൻ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. കാരണം എന്റെ ഫോണൊക്കെ ഇറങ്ങി പൊട്ടിച്ചാളും ചിലപ്പോ. ആദ്യം റെക്കോർഡ് ചെയ്യുമോ അത്? ആ ഓക്കെ. അപ്പൊ ഞാൻ ക്യാമറ അവിടെ എത്തുമ്പോ ഞാൻ റപ്പിൽ അല്ല മേന ചൂടെടുക്കുന്നു. ഇതാണ് കഴിച്ച് ഇവിടത്തെ അവസ്ഥ. ഇതാണ്. വേണമെങ്കിൽ റിവേഴ്സ് എടുക്കും. വേണമെങ്കിൽ റിവേഴ്സ് ഇട്ട് അതാണ് ഇവിടത്തെ ഒരു പ്രത്യേകത. കണ്ടോ ഇത് വേണേ ഇപ്പൊ ഇങ്ങോട്ട് തിരിച്ചളയും. സത്യം. ഇതൊക്കെയാണ് ഇവിടത്തെ അവസ്ഥ. കാരണം ഇവിടെ വണ്ടി എല്ലാം പൊളിഞ്ഞ് കിടക്കുക. തിരക്കാണ്. എല്ലാരും പള്ളി പിരിഞ്ഞ് പോണ ഒരു ഇതുണ്ട്. കസ്റ്റം ചെയ്ത പുതിയ വണ്ടിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ മൈലേജിന്റെ ആയിട്ട് ഞാൻ പറയാം. പുതിയ ബൈ 2 get 1 ഫ്രീ. ആഹാ, 2 ആർക്ക് മേടിക്കാൻ? RK വെഡിങ്സ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇപ്പൊ കൊല്ലം പയ്യെ ഡെവലപ്പായി വരുന്നത്. ഇതെന്തൊരു സ്റ്റൈൽ യൂണിയൻ? ഇതൊക്കെ എഴുതണ ക്യാപിറ്റോ. അത് പൊളിച്ചതല്ല, അത് പണിഞ്ഞിട്ടില്ല. ഇത് കണ്ട, ഇത് പണിയാൻ തുടങ്ങിയിട്ട് 15-16 വർഷമായി. അല്ല, ഇത് ഇതിന്റെ അത്രയ്ക്ക് വേണോ? ഇത് അതെന്തോ ഈ ഗവൺമെന്റ് ആയിട്ട് ഇതായിട്ട് കിടന്നാ കണ്ട, അതാ പണി നടക്കാത്ത. സർക്കാരായിട്ട് ആരുടെ മുട്ടാൻ വിജയ സർക്കാർ ഒന്നാമത് സപ്പില്ല, ചീഞ്ഞ വഴുപ്പും. അങ്ങനെ തിരിച്ചെന്നാ KFC കയറാല്ലേ? ഓക്കെ.
ആബിദ് പറയുന്നു ഓക്കെ. അപ്പൊ ആബിദിന്റെ ചെലവാണ് guys ഇന്ന് KFC മേടിച്ച് ജാജി പോലീസ് വണ്ടിയല്ലേ വരുന്നത് നമുക്ക് പൊട്ടിയുടെ 2 പൊട്ടിച്ചാ നീ. നമ്മള് പെട്രോൾ അടിക്കാൻ പോണ്. ആബിദിനൊക്കെ ഫുൾ ടാങ്ക് എന്നാണ് എല്ലാരും പറയുന്നത്. നമുക്ക് അറിയത്തില്ല. താത്ത അവിടെ ചേട്ടൻ നിത്യജീവന്റെ ഓട്ടോയിൽ പെട്രോൾ അടിച്ചോണ്ടിരിക്കുകയാണ്. ഹായ്, ഡീസൽ വേണോ പെട്രോൾ വേണോ? ഇല്ല, ഇന്ന് പെട്രോൾ മതി. ആബിദ് അടിക്കും 500. നീ മാട്രിക്സിൽ എസ്കേപ്പ് ആയത് 500 പെട്രോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ. 500 പെട്രോൾ. 500 പെട്രോൾ 500 പെട്രോൾ. നമ്മുടെ അങ്കിള് പെട്രോൾ അടിക്കുന്നുണ്ട്. നോ പ്രോബ്ലം. അങ്കിൾ ഹായ് പറയൂ. അങ്കിൾ മൈൻഡ് ചെയ്തില്ല. ഞാൻ പട്ടിയായി. ഞാൻ പട്ടിയായിട്ടുണ്ട് സുഹൃത്തുക്കളെ. I am a dog. I am a dog now. റെയിൽവേ സ്റ്റേഷനൊക്കെ മാറിയിട്ടുണ്ട് ഗൈസ്. റെയിൽവേ സ്റ്റേഷനൊക്കെ പുതുക്കി. റെയിൽവേ സ്റ്റേഷനൊക്കെ മാറി. പൊട്ടിക്കാതൊട്ടിര്. ഓട്ടോ നമ്മളൊരു പീസ് ശരിയായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാർക്കിംഗ് ഒപ്പിക്കണം. പാർക്കിംഗ് ഞാൻ ഇറങ്ങിട്ടൊരു പൂവാക്കണേ. ഷോ എനിക്ക് ഇറങ്ങി വന്നേ. ഇറങ്ങി പീസ് എടുത്തു തുറന്നു പീസ് എടുത്ത്. ഗുഡ്. അവൻ അറിയാം, അവൻ തിരുവനന്തപുരത്ത് ജോലിയുള്ളതാണ്. അവൻ ഇത് തന്നെ കൂലിപ്പണിയാണ്. കൂലിപ്പണിക്ക് എന്താ കുറവ്? കൂലിപ്പണിക്ക് എന്താ കുറവ്? കൂലിപ്പണിക്ക് എന്തായാലും കുറവ്? ഒരു കുഴപ്പമില്ല. എല്ലാ ജോലിക്കും ഓരോ അന്തസ്സുണ്ട്. നമ്മളങ്ങനെ പോവാണ്. ഇതാരി വീഡിയോക്ക് ക്ലാരിറ്റി കുറവായിരിക്കും. ആദ്യം പോയിട്ട് തലക്ക് റെഡി കൊടുക്കണം. മനസ്സിലായോ? തലക്ക് ഇങ്ങനെ ഇരിക്കണം, എന്നിട്ട് ബാക്കി സംസാരം. മനസ്സിലായോ? ഇങ്ങനെയൊക്കെ പറയാൻ കാരണം ഇതിപ്പം 1ാമത്തെ 2ാമത്തെ വട്ടമല്ല. മനസ്സിലായോ? പിടിക്കണോ? 1ാമത്തെ 2ാമത്തെ വട്ടമല്ല PC കംപ്ലൈന്റ് ആകുന്നു. സോ എന്താ അഭിപ്രായം? എന്താ? അപ്പം കണ്ടറിയാം. തേൻ ഒഴുകും. എന്റെ കുഞ്ഞിന് എന്താ പറ്റി? അഭിനയാണോ നല്ല ഡൗട്ട്. ഇത് ഓണാവുന്നില്ല എന്ന് പറഞ്ഞ് ഇവര് കുത്തിയപ്പോ ഓണായി. അകത്തോട്ട് ക്ലീൻ ആയിട്ട് ചെയ്യുന്നില്ല.
അതൊക്കെ ക്ലീൻ ആയതുകൊണ്ട് നാച്ചുറൽ ഹാബിറ്ററ്റ്സ് കുഴപ്പമില്ല. ഇതെന്താ നേച്ചർ വെച്ച് ദുബായിലൊക്കെ PC സെറ്റപ്പ് കണ്ടിട്ടില്ലേ, അകത്ത് കാടും ഇതൊക്കെ. അതൊക്കെ വെക്കുന്നത് ഇത് ഓട്ടോമാറ്റിക് എന്താ പറയാനുള്ള ഒന്നും പറയാൻ ഓണാവുന്നുണ്ടോ? സ്വിച്ച് ഇട്ടായിരുന്നോ? കറണ്ട് പോയപ്പോഴാണ് ഈസി മണിയും ഇതിപ്പോ ഞാൻ വീട്ടിൽ കൊണ്ടിട്ട് ഓണായില്ലെങ്കിലോ? ഓണായില്ലെങ്കിൽ നിന്റെ വീട്ടിന്റെ പ്രശ്നം. ഓണാക്കി നോക്കാമായിരുന്നു. ഇത് ഓണായി ഇത് ഓണായി ഇവൻ നമ്മളെ പറ്റിക്കുന്നവൻ. അതാ കൊറേ ആയി നീ ഇത് കൊണ്ടുവന്നില്ലേ? അപ്പൊ വീട്ടിൽ ചെന്നിട്ട് നോക്ക്. ഓരോ ഉടായിപ്പാട്ട് ഇറങ്ങിക്കോളും മനുഷ്യന്റെ സമയം കളയാനായിട്ട്. PC ഓണായിട്ടുണ്ട്. അവരെന്താ അതിനാ ചെയ്തെന്ന് വെച്ചാൽ അവര് സ്വിച്ച് ഇട്ടിട്ട് ഓണാക്കി. അപ്പൊ വർക്കായി. ഇവൻ കറണ്ട് ഇല്ലാതെ സ്വിച്ച് നീക്കി, അതാണ് നടന്നത്. കറണ്ട് ഇല്ലാത്ത ടൈമിലാണ് ഇപ്പൊ ഓണാക്കിയത്, മനസ്സിലായോ? അങ്ങനത്തെ കുറച്ച് മണ്ടത്തരം. അതുകൊണ്ട് അവൻ ചെന്നൈയിൽ നിന്ന് സാധനം എടുത്ത് ഇവിടെ വരെ കൊണ്ടുപോകും. അവിടെ കറണ്ട് ഇല്ലാത്ത ടൈമിൽ ഓണാക്കിയപ്പോ ഓണായില്ല. അതിപ്പം ആരെ കുറ്റം പറയും? അവനെ പറയാം, കറണ്ടിനെ പറയാം. എന്താ പറയാനുള്ള? അവിടുത്തെ സർക്കാരിനെ വേണം പറയാൻ. സത്യം. അവനെ സ്വിച്ച് ഇട്ട നേരത്തെ അവിടെ കറണ്ട് കൊടുത്തില്ല. അത് ഇവന്റെ കുഴപ്പമില്ല, ഇതിന്റെ കുഴപ്പമില്ല. അത് അവനെ കുറ്റം പറയത്തില്ല, ബോധമില്ല. കറണ്ട് ഉള്ളപ്പോ അത് മോശം പരിപാടി. ഒരു കാര്യവും ഇല്ല. ആ പറഞ്ഞതേ ഉള്ളു. ആ നിൽക്കുമ്പോ ഓണാവണോ? ഓ അവൻ സ്റ്റൈല് കാണിക്കുന്നത് യൂസ്ലെസ്. ചെന്നൈന്ന് കൊല്ലം വരെ കൊണ്ടു. പവർ ബോർഡ് മാറ്റി വെക്കുക. നീ ചെന്നിട്ട് അങ്ങനെ അവിടെ നിന്ന് മോളിൽ പോകണം. പോകണ്ടോ? അവിടെ പോകണം, കടയില പവർ ബോർഡ് മേടിക്കണം. അങ്ങനെ നമ്മൾ സായിസിന്റെ PC ശരിയാക്കിയിട്ടുണ്ട്. എങ്ങനെയാന്ന് ചോദിച്ചാൽ അത്ഭുതം തന്നെ ഉണ്ടായി. സായിസ് ചെന്നൈയിൽ നിന്ന് ഇന്ന് വരെ കൊണ്ടുവന്നു. എന്തിന്? ഇവിടത്തെ വയർ കുത്താൻ. പോടാ, ഞാൻ ഗെയിം കളിക്കാൻ കൊണ്ടു. അത് ഓണായാലല്ലേ കളിക്കാൻ പറ്റൂ. നമ്മുടെ ആബിദ് ആകെ ജോലിയുള്ള ഒരു പയ്യൻ, അവനെ കൊണ്ട് പണി എടുപ്പിക്കുന്നു. ആബിദ് എന്താ പറയാനുള്ള? ഓ ഇവൻ കാണിക്കുന്ന എനിക്ക് പിടിക്കുന്നില്ല ബ്രോ. എടുത്താ എങ്ങനെയുണ്ട്? അലൻ ബേക്ക് എങ്ങനെയുണ്ട്? നസറുദ്ദീൻ അലൻ ബേക്ക് ഗെയിം എടുത്തിട്ടുണ്ട്. സോ എല്ലാരും ഡു ചെക്കൗട്ട്. പക്ഷെ അവിടെ ചാനലൊന്നുമില്ല, നിങ്ങൾ കളിച്ച് നോക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ നിന്നൊക്കെ പരിപാടി സ്റ്റിച്ചിങ് സെന്റർ പഠിപ്പിക്കുന്നതാണോ? ഓക്കെ. അങ്ങനെ നമ്മൾ ഇത് ചിലപ്പോൾ പവർ കോഡിന്റെ പ്രശ്നമായിരിക്കും. അപ്പം നമ്മൾ പവർ കോഡ് മേടിക്കാൻ വേണ്ടി അടുത്ത കടയിലോട്ട് പോവാണ്. ആബിദ് പോകണമെങ്കിൽ ആരെങ്കിലും മേടിച്ചില്ലാന്ന് പറഞ്ഞു. നോക്കട്ടെ ബ്രോ. ഓക്കെ, അപ്പൊ എനിക്ക് മാത്രം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഓക്കെ എനിക്ക് മാത്രം. അമ്മമാർക്ക് പറയുന്നില്ല. ഞാൻ ഇങ്ങനെ ഈ ഒരു പിടിച്ചോ. ഓക്കെ, ഞാൻ സായിസും കടയിൽ പോകാം. നിങ്ങൾ കാറ് നമ്മളിപ്പോ വരും. പൈസ കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും കൂടി പോവാം ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ സ്പോൺസർ, പവർ കോണിന്റെ സ്പോൺസർ നമ്മുടെ ആബിദാണ്. ആബിദില്ലാതെ കാര്യം നടക്കത്തില്ല. സോ ഒരു സാധനം ശരിയാക്കാൻ നമ്മൾ 4 പേരാണ് കെട്ടിപ്പോണത്. 4 പേര്. ടിക്കി ഓപ്പൺ. പുതിയ പവർ കോഡ് മേടിച്ചതിന്റെ ഷോ ആണ്. അപ്പൊ എന്താ അഭിപ്രായം പറ നിന്റെ? സർവീസ് ചാർജ് നമുക്കൊരു പുതിയ പവർ കോഡ് വേണ്ടി വന്നു. വേറൊന്നും നടന്നില്ല. എന്റെ വീട്ടിൽ കൊണ്ട് കുത്തുമ്പോ ബാക്കി അറിയാം. ചിലപ്പോ ഞാൻ അതിലൊരു വിളിക്കും, എടാ പണി പാളി, അത് ഓണാവുന്നില്ല. ബോക്സ് എടുക്കണ്ടേ? ബോക്സ് പാക്കിങ്ങിന്റെ ബോക്സ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ സായിസിന്റെ കമ്പ്യൂട്ടർ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് ഈ പുതിയൊരു പവർ കോഡ് വരും. പവർ കോഡ് കാണിക്കട്ടെ. പവർ കോഡ് ഓഡിയൻസിന് പവർ കോഡ് മേടിച്ചിട്ടുണ്ട് ഗൈസ്. പവർ കോഡ് ഇതിനി വീട്ടിൽ പോയിട്ട്
കുത്തി നോക്കണം. ഇത് വർക്കായ ലോട്ടറി, ഇല്ലെങ്കിൽ തിരിച്ചൊരു വരവ് കൂടി വരേണ്ടി വരും. അത്രേ ഉള്ളു. അപ്പൊ ഗായ്സ്, നമ്മുടെ വ്ളോഗ് ഇവിടെ വെച്ച് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് സുഹൃത്തുക്കളെ. എല്ലാരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാരും ബെല്ലൈക്കണൊക്കെ നിൽക്കണം. എല്ലാരും ബായ് പറ.